ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ വിഷ്ണുജി രാഘവ് വാശി എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമയല്ല സീരീസാണിത്. ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്റ്റ് പ്രീമിയറായ ഹോട്ട്സ്റ്റാർ സ്പെഷ്യൽസ് ആണ്. 6 എപ്പിസോഡാണ് ടോട്ടൽ ഉള്ളത്. 30 മിനിറ്റാണ് ഓരോ എപ്പിസോഡും. ടോട്ടൽ 3 മണിക്കൂർ. ഇത് കറക്റ്റ് ഒരു സിനിമ എന്ന് തന്നെ വേണേൽ പറയാം. ഒരു സിമ്പിൾ സിനിമ, ഒരു സിമ്പിൾ റൊമാൻറ്റിക് കോമഡി സിനിമയാണിത്. ഇത് സിനിമയ്ക്ക് വേണ്ടി പുള്ളി തയ്യാറാക്കിയ കഥയായിരിക്കാം, പക്ഷേ പിന്നീട് ഹോട്ട്സ്റ്റാറിനെ പിച്ച് ചെയ്തതും അതിനുശേഷം പിന്നെ സീരീസിനോടിൻ്റെ ഓരോ എപ്പിസോഡിനും എൻഡിൽ ഓരോ പോയിൻ്റ് കൊടുത്തത് മാത്രമേ ഉള്ളെന്നുള്ളത് ഉറപ്പാണ്. അതിൽ ഇതൊരു സിനിമയ്ക്ക് വേണ്ടിയുള്ള കഥ, ഒരു സീരിയസ് ആണെന്ന് കരുതി ഈ സീരീസിനെ നിങ്ങൾ സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സീരീസ് കണ്ട ഫീലോ ആ ഒരു ഡെപ്തോ ഒന്നുമില്ല. ഇതൊരു കൊച്ചു സിനിമ കണ്ട ഫീലാണ്. മറ്റേ 3 മണിക്കൂറാക്കാൻ വേണ്ടി ഡ്യൂറേഷൻ 30 മിനിറ്റെങ്കിലും ആക്കാൻ വേണ്ടി കുറച്ച് വലിപ്പിച്ചൊഴിച്ചാൽ ഒരു നല്ലൊരു കൊച്ചു സിനിമ കണ്ട ഫീലാണ് ഈ സീരീസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത്. നീരജ് മാധവ്, ഗൗരി കിഷൻ, അജു വർഗീസ്, ആൻ സലീം ഇവരൊക്കെയാണ് ലീഡ് റോൾസിൽ വരുന്നത്. പിന്നെ ആനന്ദ് വന്മഥനുണ്ട്, കിരൺ എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്, പിന്നെ ഇവരുടെ അച്ഛനമ്മമാരായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും നൈസ് പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും, ഞാനിപ്പോൾ പേരെടുത്ത് പറഞ്ഞ എല്ലാവരും. അതിൽ തന്നെ അജു വർഗീസ് പുള്ളി തകർത്തു. പുള്ളിയാണ് ഇതിൻ്റെ ഷോ സ്റ്റീലർ. പുള്ളി കുറേ നാളായിട്ട് സീരിയസ് വേഷം തന്നെ ചെയ്ത് പുള്ളിക്ക് കോമഡി പറ്റുന്നില്ല എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. പലർക്കും തോന്നിക്കാണും. കാരണം പുള്ളിയുടെ ശരിക്കും പുള്ളി സീരിയസ് ആയി, പിന്നെ സിനിമകളിലും സീരിയസ് ആയി അങ്ങനെ. പക്ഷേ ഇതിൽ പുള്ളി പഴയ സാധനം, ആ ശബ്ദത്തിലൊക്കെ പുള്ളിയുടെ കോമഡി ചെയ്യുമ്പോൾ ഒരു ഇടർച്ചയൊക്കെ കൊണ്ടുവരും, അതുണ്ട്. പിന്നെ പുള്ളിയുടെ ബോഡി ലാംഗ്വേജിലൂടെ കോമഡി നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൽ വർക്കായിട്ടുണ്ട്. അജു വർഗീസാണ് എന്നെ സംബന്ധിച്ച് ഇത് 2 ട്രാക്കായിട്ട് കാണിക്കുന്നുണ്ട്. ഒന്ന് നീരജിൻ്റെ ട്രാക്കും ഒന്ന് അജു വർഗീസിൻ്റെ ട്രാക്കും. പിന്നെ ഇവർ ഒരുമിച്ചുള്ളതുകൊണ്ട് അപ്പോൾ ഇതിൽ അജു വരുന്ന പോർഷൻ വരാൻ വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്തത് ഫുൾ സീരീസിൽ ത്രൂ ഔട്ട്. അപ്പോൾ തുടക്കമൊക്കെ രസമാണ്. തുടക്കത്തിൽ തന്നെ ഈ അജു വർഗീസിൻ്റെ ക്യാരക്ടറാണ് ഫുള്ള് നമുക്കൊരു അട്രാക്ഷൻ ആയിട്ടുള്ളത്. പുള്ളിയുടെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പെക്യുലിയാരിറ്റിയും ഒരു വസന്തം ടൈപ്പ് ക്യാരക്ടറാണ്. ഇത് തന്നെ പറയുന്നുണ്ട് അങ്ങനെ. അപ്പോൾ പുള്ളി അങ്ങനെ ഇവർ രണ്ടുപേരും തുടക്കം ദുബായ് ലൊക്കേഷനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങി പിന്നെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഫുൾ കേരളത്തിലേക്കാവുന്നു. അങ്ങനെ പോയി ഒരു ഡീസൻറ്റ് സ്റ്റാർട്ടായിരുന്നു ഫസ്റ്റ് ഒരു എപ്പിസോഡ്. പിന്നെ 2, 3, 4 എപ്പിസോഡ്, ഈ 3 എപ്പിസോഡുകൾ നല്ല ഫ്ലോ ആയിരുന്നു. പ്രത്യേകിച്ച് അജു വർഗീസിൻ്റെ ഒരു റൊമാൻറ്റിക് ട്രാക്കൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അടിപൊളി ഫീലായിരുന്നു. കോമഡി ആയിട്ടാണെങ്കിലും അല്ലാതാണെങ്കിലും എനിക്ക് പേഴ്സണലി നീരജ് ഗൗരി ലവ് ട്രാക്കിനേക്കാൾ ഇഷ്ടപ്പെട്ടത് അജു വർഗീസിൻ്റെ ട്രാക്കാണ്. അങ്ങനെ ഒരു 4 എപ്പിസോഡ് വരെ നന്നായിട്ട് പോയി. പക്ഷേ അവസാനത്തെ 5-6 എപ്പിസോഡ് അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. ഒരു പുരോഗമന രീതിയിലുള്ളൊരു എൻഡിങ് ആക്കാൻ നോക്കി. അത് ഈ ഒരു സീരീസിന്, ഈ ഒരു ജോണറിൽ അതുവരെ പൊക്കോണ്ടിരുന്ന ആ ഒരു സ്വഭാവമുള്ള സീരീസിനെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സ് ആണ് എനിക്ക് ഏറ്റവും, അവസാനത്തെ ഒരു ആക്റ്റും ആ ഒരു ഡിസിഷനും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത്. അതായത് ഇത് അതല്ല അർഹിച്ചിരുന്നത്. ഒരു കൂടുതൽ പറയുന്നില്ല അതിനെപ്പറ്റി. അല്ലാതെ തന്നെ ഒരു 5-6 എപ്പിസോഡുകൾ നല്ല എഴച്ചിലുണ്ടായിരുന്നു. ഫസ്റ്റത്തെ ഒരു 60% ആ ഒരു സുഖം ലാസ്റ്റ് 40% നൽകാൻ സാധിച്ചില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് മോശമെന്ന് പറയാനുള്ള പരിപാടിയല്ല. ഇതൊരു ഡീസൻറ്റ് സീരീസാണ്. ഞാൻ പറയില്ല, ഒരു സിനിമ എന്ന് തന്നെ വേണം പറയാം. നമ്മൾ തിയേറ്ററിലൊക്കെ പോയി കണ്ട പൈസ പോകാത്ത എന്നാൽ വൻ പുള്ളി എന്ന് പറയാൻ ഒരു സംഭവം ഇല്ലാത്ത അങ്ങനത്തെ ഒരു സീരീസാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ.